അപ്പോഴേ നിങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളൊക്കെ കണ്ടിട്ട് കുറേ കാലമായില്ലേ, നമുക്കൊന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ കയ്യിലിരിക്കുന്ന സംഭവം കണ്ട ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കല്ല, ഇതാണ് കോഴിക്കാരം. കയ്യിൽ കരിമ്പില്ലേ, കരിമ്പ്. ഈ കരിമ്പ് നടാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കൂടെ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് കുറച്ച് വളവും കൂടി എടുത്തല്ലോ, മനസ്സിലായില്ലേ? പണ്ട് ആ ഭാഗത്തൊരു പപ്പായ മരം ഉണ്ടായിരുന്നു. ആ ഭാഗത്തെ പപ്പായ മരത്തിൽ കൂടി കയറിയിട്ട് ആ വീട്ടിൻ്റെ മുകളിലോട്ട് പോകുമായിരുന്നു എൻ്റെ ബാല്യം. അതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പില ചെടിയുണ്ട്. ആ കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് അതുവഴി ഇറങ്ങി വന്നിട്ടുണ്ട്, മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്തായാലും താഴ്ട്ടോ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. പുളിഞ്ചി മരം പണ്ട് കാണിക്കുമായിരുന്നു, ഇപ്പോൾ കാണിക്കില്ല. ഇങ്ങോട്ടാ നീ അവിടെ എന്താ കാണിച്ചു കഴിഞ്ഞാൽ അവരെന്തോന്ന് കാണാൻ. പുളിഞ്ചിക്ക കാണുമെങ്കിൽ അടുത്തിട്ടുണ്ട്. പുളിഞ്ചിക്ക പഴുത്ത് പോയി, പാവം, പെട്ടെന്ന് കിട്ടുന്നില്ല. നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തൊരു ഫിഷ് ടാങ്ക്, മനസ്സിലായില്ലേ? നിങ്ങളും നമ്മളും തമ്മിലൊരു അന്തർധാര തെറ്റിയ സമയത്ത് അത് ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ ഫുള്ള് പായലും കയറി കാടും പിടിച്ച് കിടക്കുകയാണ്. അതായത് അകത്ത് മറ്റേ നാച്ചുറലായിട്ടുള്ള കുറച്ച് മീനുകളുണ്ട്. അതായത് മറ്റേ പരൽ മീനില്ലേ, പരൽ മീൻ, മാനത്ത് കണ്ണി മീൻ, പൊത്ത മീനില്ല. നമ്മളിത് വീണ്ടും തിരിച്ച് കൊണ്ടുവരും. ഈ സാധനം മൊത്തം ഈ ഒരു കാണുന്ന ലെവലിലേക്ക് കെട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ 1 വർഷം സമയം കൊടുത്തു. നമ്മൾ തുടങ്ങിയ സമയത്ത് കുഞ്ഞു ഷോർട്ട്സ് ഇട്ട സമയത്ത് നിങ്ങളൊക്കെ വിചാരിച്ചു ആ സമയത്ത് തന്നെ എല്ലാം കഴിഞ്ഞു. പക്ഷേ പണി തീർത്ത വീഡിയോ ഇട്ട സമയത്ത് നിങ്ങൾ പറഞ്ഞു നമ്മൾ പണ്ടിട്ട വീഡിയോ വീണ്ടും ഇട്ട് നിങ്ങളെ വെറുപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട്, പറ്റിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നമ്മളെ കളിയാക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് ഉപേക്ഷിച്ച്, മനസ്സിലായില്ലേ? ഏത് സമയത്താണ് നമ്മൾ കരിമ്പ് വാങ്ങിയത്? അതായത് കുരിശുമല തീർത്ഥാടനത്തിന് പോയ സമയത്ത് അവിടെ നിന്ന് ഒരു കരിമ്പ് വാങ്ങി, 1.5 കിലോ കരിമ്പ് വാങ്ങി. ആ കരിമ്പ് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചതിന് ശേഷം ബാക്കി വന്ന ഒരു തണ്ട് സസിൻ്റെ മണ്ടയിൽ ഊന്നി വെച്ച സമയത്ത് 5-6 പീസ് ഇതുപോലെ മുളച്ച് വന്നു. സംഭവം അവിടെ ഇപ്പോൾ വേനൽ കൂടി വരുന്ന സമയത്ത് ചൂടായതുകൊണ്ട് കരിഞ്ഞു പോകുന്നു. അതുകൊണ്ട് നമുക്ക് നേരെ വേറെ സ്ഥലത്ത് കൊണ്ട് വയ്ക്കാം, മനസ്സിലല്ലേ? എൻ്റെ പുറകെ വാ, ഫുള്ള് കടായി വാ. വീഡിയോയുടെ ഭാഗമായിട്ട് പണി കഴിപ്പിച്ച കുളവും വീഡിയോയുടെ ഭാഗമായിട്ട് പണി കഴിപ്പിച്ച ഷെഡുമാണ് ഈ കാണുന്നത്. വീഡിയോകളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഷെഡും നശിച്ചു പോയി, കുളവും നശിച്ചു പോയി. അപ്പോൾ നമുക്ക് ഷെഡിനകത്തോട് സൂക്ഷിച്ച് പോയില്ലെന്നുണ്ടെങ്കിൽ പൊളിഞ്ഞ് താഴെ വീഴും. അപ്പോൾ അത് ഫുള്ളിരിട്ട് ഇത് മൊത്തം നശിച്ച് നാറാണക്കല്ലെടുത്ത് ശവപ്പറമ്പായിട്ട് അനാഥമായി കിടക്കണ്. ഇതിനകത്ത് ഇപ്പോൾ ആകപ്പാട് അവശേഷിക്കുന്ന 2 കൊട്ട തേങ്ങയും നമുക്ക് എന്തായാലും കുളത്തിനടുത്തേക്ക് പോകാം, മനസ്സിലായില്ലേ? ബാ, നമുക്ക് അങ്ങോട്ടേക്ക് നമ്മളെ കണ്ടപാടെ നമ്മുടെ മീനുകളില്ലേ, നമ്മുടെ മീനുകൾ എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നുണ്ട്, മനസ്സിലല്ലേ? പാവം മീനുകൾ എല്ലാത്തിനെയും പിടിച്ച് പരിക്കണം. കമ്പൽ കുറത്ത് കറക്കണം. ബാ, മൺവെട്ടി ഉണ്ടോ? കാണാമോ മൺവെട്ടി? വലിയ മൺവെട്ടിയല്ലേ? പണ്ട് കള്ളക്കടത്തുണ്ടായിരുന്നു. പോലീസിൻ്റെ അടുത്ത് പറയല്ലേ, പണ്ട് ഇവിടെ എനിക്ക് മണൽ മാഫിയായിരുന്നു അവിടെ. കൈവേദന എടുക്കുന്നത്. പണ്ട് ഈ കാണുന്ന കുളമില്ലേ, ഇവിടെ ഇത്രയും വലിയ കുളമല്ലായിരുന്നു, ഇത് കൊച്ചു കുളമായിരുന്നു. അതിന് ഞാൻ മണലൂറ്റി വലിയ കുളമാക്കി, മനസ്സിലല്ലേ? പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിടക്കല്ലേ, വലിയ കുളമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ മണ്ണെടുത്തിട്ടാണ് നമ്മൾ നേരെ ഫിഷ് ടാങ്കും മറ്റൊന്നും മറിച്ചൊക്കെ ഉണ്ടാക്കിയത്, മനസ്സിലായില്ലേ? അപ്പം അന്നൊരു വലിയ മാഫിയ തന്നെ ഇവിടെ പ്രവർത്തിച്ചത്, ഞാനും സച്ചി. ആടുത്തും പറഞ്ഞെടുക്കല്ലേ. നോക്കെ എൻ്റെ ഗോൾഡ് കാർപ്പ് കാണുന്നുണ്ടോ വല്ലതും? എവിടെ? അതിനകത്തുണ്ട് കാർപ്പ് മീനുണ്ട്, സിലോപ്പി മീനുണ്ട്. അപ്പോൾ തന്നെ ഇങ്ങോട്ട് എന്നെ കാണിക്ക്. അതിനകത്ത് കാർപ്പ് മീനുണ്ട്, ഗോൾഡ് ഫിഷ് ഉണ്ട്, സിലോപ്പി ഉണ്ട്, ആസാം വാളയുണ്ട്, നാടൻ മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കെന്തായാലും കരിമ്പ് ഇടാം. ഇത് വാടി തുടങ്ങി. ഈ ചെടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണിക്കും. ഈ ചെടി എന്താണെന്ന് അറിയാമോ? ഇത് നമ്മൾ കോട്ടൂർ വനത്തിനകത്ത് പോയ സമയത്ത് പണ്ട് കാലങ്ങളിൽ മറ്റേ ചായക്കടക്കകത്തും തട്ടുകടക്കകത്തൊക്കെ ദോശ ഇഡലിലേക്ക് വിളമ്പിക്കൊണ്ടിരുന്ന ഒരു ഇലയുണ്ട്, കൂവയിലെന്ന് പറയും, കൂവയില. പക്ഷേ കൂവയുടെ വേറൊരു സാധനമാണ് ഇത്, കാട്ടിനകത്ത് മാത്രം കണ്ടുവരുന്ന സംഭവമാണിത്. അപ്പോൾ അതിനവിടെ കണ്ട സ്ഥിതിക്ക് നമ്മളെടുത്തുകൊണ്ട് നാട്ടിൽ ഊന്നി വെച്ചു, മനസ്സിലായി? അതായത് വരും തലമുറയ്ക്കുന്നത് കാണാൻ കിട്ടില്ല. അതായത് അവർക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ തട്ടുകടകളിൽ ദോശ കൊടുത്തുന്ന അവർക്ക് അറിഞ്ഞൂടെ. 2 ഇല മറിച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് അതിൻ്റെ മണ്ടയിലാണ് ദോശ വിളമ്പിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൗതുകത്തിൻ്റെ പുറത്ത്, ഒരു നൊക്കളാച്ചിയുടെ പുറത്ത് നമ്മൾ എടുത്തോണ്ട് ഇവിടെ കൊണ്ട് നട്ടു വെച്ചാൽ, മനസ്സിലല്ലേ? മുളച്ചു വന്ന് അതിൻ്റെ ഡാഡി ഇവിടെ തിരിച്ചു വെച്ചാണ്. എൻ്റെ ഡാഡി ചെറിയ തല്ലുകൊള്ളിയാണെങ്കിലും പുള്ളിക്കാരൻ മിഷ്യം വെച്ച് കാട് പറിക്കാൻ പറഞ്ഞു, കാട് വെട്ടിക്കളയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് കാടിരിക്കാൻ കൂട്ടിൽ അതും കൂടെ വെട്ടിക്കളഞ്ഞു. പക്ഷേ രണ്ടും മുളച്ച് വന്നു. നമുക്ക് എന്തായാലും കരിമ്പേടാം, മനസ്സിലല്ലേ? ബാ, എളുപ്പപ്പണി നോക്കിയതാണ്. അതായത് ഇതുവഴി കയറ്റി ആപ്പടിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടിരിക്കേണ്ട സാധനത്തിന് ഇതുവഴി കയറ്റാൻ നോക്കിയിട്ട് ഇതുവരെ കൊണ്ടെത്തിച്ച് ബാക്കി അങ്ങോട്ട് പോകുന്നില്ല. ഇത് വെച്ച് നമുക്ക് വെട്ടാം, മനസ്സിലല്ലേ? ബാ, ഇത് കണ്ട, ഇതെന്തോന്ന് അറിയാമോ? ഇതേ എന്നെ കാണുന്നുണ്ടോ? ഇതാണ് വാഴ. അതെ, ഇതാണ് വാഴ. ഇതെന്ത് വാഴയെന്ന് അറിയാമോ? ഇതാണ് നമ്മൾ വിചാരിക്കും ഏത്തവാഴെന്ന്. കണ്ടാത്തൊന്നും ഒറ്റ നോട്ടത്തിൽ ഏത്തവാഴ എന്ന് വിചാരിക്കുമെങ്കിലും ഇതൊരു ഏത്തവാഴയാണ്, മനസ്സിലല്ലേ? ഈ ഏത്തവാഴയുടെ പ്രത്യേകത എന്താ അറിയാമോ? ഈ ഏത്തവാഴ ഇത് മറ്റേ ക്വിൻ്റൽ വാഴ, ക്വിൻ്റൽ. അതായത് എന്തോ ഒരു പെണ്ണിൻ്റെ പേരും കൂടെ ഉണ്ട്, എന്തോ ശിവാസ്ത്രീ അല്ലല്ലോ, എൻ്റെ പേരെന്തായിരുന്നു?
അറിയാന്നുള്ളവർ പറയാം. എനിക്ക് നാക്കിൻ്റെ തുമ്പത്തിരിക്കണം, തുപ്പിയൊക്കെ തെറിച്ചാണെന്ന് തോന്നുന്നു. ക്വിൻ്റൽ വാഴ, ക്വിൻ്റൽ ഏത്തൻ, അതായത് നല്ല വലിപ്പമുള്ള പോലെയാണ് ഈ സംഭവം. കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തതാണ്. ചിഞ്ചുവിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ചിഞ്ചുവിൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന ഒരു തെങ്ങിൻ്റെ വാഴയുടെ കന്ന് മുളപ്പിച്ചെടുത്തിട്ട് അതിനെ മുളപ്പിച്ച് ഈ പരുവത്തിലാക്കി എടുത്താണ് ക്വിൻ്റൽ ഏത്തൻ. മനസ്സിലല്ലേ? വളർന്ന് വന്ന് പന്തലിച്ച് കൊലയ്ക്കുമ്പോൾ നിങ്ങളെ കാണിക്കും. മനസ്സിലായില്ലേ? അതുവരെ ക്വിൻ്റൽ ഏത്തന് വെള്ളവും വളമൊക്കെ വെച്ച് ഇന്നലെ കൊണ്ട് ചാമ്പൽ എറിഞ്ഞെടുത്തു. ചാരം അതുകൊണ്ട് ഒരു പ്രത്യേക പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഞാൻ വെട്ടി മണൽ മാഫിയായിട്ട് ഞാൻ സച്ചിയും കൂടി വെട്ടിത്തോണ്ടി ഏകദേശം ഒരു കുളം കലക്കി ഒരു സെറ്റപ്പിലാക്കി വെച്ചിരുന്നു. മനസ്സിലായി? അതിൻ്റെ പുറത്ത് കൂടെ ബാക്കി മറ്റേ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മീൻ കുളത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് വെട്ടിച്ച് ഈ കാണുന്ന ഒരു കുളമാക്കി എടുത്തു. മനസ്സിലായില്ലേ? ഇതാരെ പറമ്പാന്നൊരു ഡൗട്ട്. അതായത് കുളം നമ്മുടെ ആണെന്ന് തോന്നുന്നു. അതായത് അത് തന്നെ, കുളം നമ്മുടെ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ അതിര് കാണാനില്ല. ഇതിനപ്പുറത്തൊരു മാമൻ്റെ പറമ്പാണ്. മാമനായോണ്ട് പറയല്ല, അത് കേട്ടാ, മാമൻ പാവമാണ്. അതുകൊണ്ട് നോക്കി നട്ടില്ലെങ്കിലേ അതിന് മാറിപ്പോയ പണി പാളും. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്നറിയാമോ? കാട്ടുപന്നി. ഏകദേശം 10-25ഓളം കാട്ടുപന്നി. ഇന്നലെയും കൂടി ഞാൻ അവിടെ നിന്ന് ചൂണ്ടിട്ടുകൊണ്ടിരുന്ന സമയത്ത്, ഇന്നലെയും കൂടി ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ പന്നികൾ എൻ്റെ പുറകെ വന്നിട്ട് ശൂശു വഴി തരുന്നു. അവരെ വഴിയുടെ ഇടയ്ക്ക് ഞാൻ കയറുന്നു. 2 വന്നിട്ട് എത്തി നോക്കിയിട്ട് മാറി തരുമെന്ന്. ലൈറ്റ് കണ്ണിലടിച്ചത് ഓടി തള്ളി. കണ്ടം വഴി ഓടി, ഞാനും പുറകെ ഓടി. പക്ഷേ കണ്ടില്ല. കാട്ടുപന്നിയൊക്കെ പിടിച്ച് പൊരിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ കഴിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. വറച്ചിറ അറിഞ്ഞാൽ പിടിച്ചോണ്ട് പോകണം. മാത്രമല്ല ഇടിച്ച് തൂറിക്ക് കൊടുത്ത് ഉണ്ടെന്ന കോഴിവളം ഇല്ല, കോഴിക്കാരം കളച്ചൻ്റെ മുട്ടിലിട്ട് ബാക്കി വരുന്ന കുറച്ചില്ലേ, കുറച്ച് നമുക്ക് വാഴയുടെ മുട്ടി കൊണ്ടിട്ട് കൊടുക്കാം കേട്ടോ. വാഴ നല്ല ചോട്ടിൽ കൊണ്ടിട്ട് കൊടുക്കില്ല, എല്ലാം കൂടി കരിഞ്ഞ് പണ്ടാറടങ്ങിക്കും. ഒരു ഇച്ചിരി മാറ്റി വെച്ചേക്കാം. മറ്റേ കൂവയെന്ന് പറഞ്ഞ സാധനമല്ലേ എൻ്റെ അതെ. ബാക്കി വരുന്ന കുറച്ച് കോഴിക്കാരല്ലേ നമുക്ക് നേരത്തെ കാണിച്ച കൂവയിലെന്ന് പറഞ്ഞു, മറ്റേ ഫുഡ് കഴിക്കുന്നതിൽ അതിൻ്റെ മൂട്ടിലും കൂടി ചോട്ടിലും കൂടി കുറച്ചിട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. മനസ്സിലായി? അപ്പോൾ നമുക്ക് തന്നെ കരിമ്പാടാം. മനസ്സിലായില്ലേ? വാ, വളമില്ലേ? വളം നല്ലപോലെ മണ്ണുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോടെ നമുക്ക് കരിമ്പ് കുത്തി വയ്ക്കാം. മനസ്സിലായില്ലേ? വാ. ഇതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തില്ല എന്ന് വളരാൻ ചാൻസ് കുറവാണ്. അയ്യോ, ഇത് വെച്ച് വേണം വെള്ളം ഒഴിക്കാം. ഞാൻ എന്താ പറഞ്ഞത്? ഒരു ചെടിച്ചട്ടിയുണ്ട്, അകത്ത് മറ്റേ ഓട്ടയുടെ അടിയിൽ. ഭയങ്കര പ്രയാസം. അയ്യോ, ഇതാണ് എളുപ്പം. വാഴയ്ക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് കുലയ്ക്കുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കും. ഇതിൻ്റെ കൊല വെട്ടി അതിലൊരു തിലകം പറയില്ല, എന്തോ ഒരു തേങ്ങ വെട്ടിയിട്ട് 18 പട്ട തെങ്ങിൻ്റെ അതുപോലെ ഞാൻ കാണിക്കും. ഇതിൻ്റെ കൊല വെട്ടിയിട്ട് അലക്കാടി സീരിയസ് ആയിട്ട്. കാര്യം എൻ്റെ മാമൻ്റെ വാഴക്കൊല്ലുണ്ട്, കൊലച്ചീനുണ്ട്. വേറൊരു മാമൻ്റെ വാഴക്കൊല്ലുണ്ട്, അവിടെ വാഴത്തോട്ടമുണ്ട്. നല്ല സ്ഥലം കാണാൻ. എല്ലാത്തിലും കൊലയുണ്ട്. മണ്ടൻ മാമൻ വാഴക്കൂമ്പൊക്കെ ഒടിച്ച് കളഞ്ഞേ. ചുമ്മാ പറഞ്ഞാൽ മാമൻ്റെ അടുത്ത് പറയല്ലേ, മാമൻ മാമനെ കുറച്ച് വാസ് തരുമെന്ന് തരും. അപ്പോൾ ഇതിനകത്തുള്ള മീൻ എന്തുമാത്രം വളർന്നു എന്ന് നിങ്ങൾക്കറിയണ്ടേ, എന്തുമാത്രം വളർന്നു നമുക്കറിയണ്ടേ. നമുക്ക് മീൻ വളർച്ച നോക്കിയിട്ട് മനസ്സിലല്ലേ? പാവം മീനുകൾ തുണ്ടേ കൂടെ തിറങ്ങുമല്ലോ. ഇവിടെ തന്നെ വിശ്വസിച്ചാണ്ടോ താൻ പോണ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നു. പറയുന്നു കുട്ട കട്ടപ്പാ. വലിയ മീൻ ഏകദേശം ഞാൻ തമ്പനയിൽ കാണിക്കുമ്പോൾ ഏതാണ്ട് ഈ കണക്കിലായിരിക്കും ഞാൻ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? തമ്പനയിൽ ഏകദേശം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന മീനായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാരും വിശ്വസിച്ച് അബദ്ധത്തിൽ ചെന്ന് ചാടരുത്, ഞാൻ പറ്റിക്കും. മനസ്സിലല്ലേ? ശരിക്കും ഇത്രയുള്ള മീനായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചാനലിൽ മീൻ പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന വലയാണ് ഈ കാണുന്ന പോലെ ദ്രവിച്ച് കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളും നമ്മളും തമ്മിലുള്ള അന്തർധാര തെറ്റിയതുകൊണ്ട് ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടിയായിട്ട് വന്നു. മീൻ പിടിച്ച് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ് എന്നെ വിശ്വസിക്കല്, ഞാൻ വഞ്ചിക്കും. തമ്പനയിൽ വരുമ്പോൾ ഇത്രയുള്ള മീനായിട്ടായിരിക്കും ഞാൻ കാണിക്കുന്നത്. ഇതെങ്ങനെ മീൻ പിടിക്കുന്നതല്ലേ? ഭയങ്കര സിമ്പിളാണ്. എൻ്റെ മീനുകൾ എന്നെ പോലെ എൻ്റെ മണ്ടന്മാരാണ്. എന്ത് കാണിച്ചാലും എന്ന് മീൻ കൊടുക്കും. അതായത് കുഞ്ഞ് മരിച്ചിനയില്ലേ, മരിച്ചിനയില എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട? ഈ മരിച്ചിനയില നമ്മളിങ്ങനെ എടുത്തിട്ട് കുഞ്ഞായിട്ട് ഇങ്ങനെ പിച്ചി എടുത്തിട്ടേ. മരിച്ചിനയില ചെറിയ ചൂണ്ടയാണ്, 18 ചൂണ്ടയാണ്. അതോ 16-17 എന്തായാലും ചൂണ്ടയാണ്. മനസ്സിലായി? ചെറിയ ചൂണ്ട എടുത്തിട്ട്, കടലിടുന്ന ചൂണ്ടയാണ്. അതിനെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിനകത്ത് ഇങ്ങനെ എറിഞ്ഞിടുന്ന സമയത്ത് മീൻ പുറകെ കൂടെ വന്നിട്ട് എന്ത് ചെയ്യും? അതിനെ പിടിച്ച് വരച്ചുകൊണ്ട് ഓടുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ ചലിക്കുന്ന സമയത്ത്
അപ്പോൾ ചൂണ്ടയിൽ പിടിക്കുന്ന ആദ്യം പിടിക്കുന്ന മീനില്ലേ ഒന്ന് കടിച്ച ശേഷം ചതിച്ചല്ലോ ഭഗവതി. മനസ്സിലായി കേട്ടാ, എന്നെ പോലെ അല്ല, കുറച്ച് എന്തൊക്കെയോ ഇപ്പം കിട്ടും കാത്തിരി. കിട്ടിയാ ഇതാരെന്നറിയാമോ? കുട്ടിയുടെ കുട്ടിയാണ്. എന്ന് വെച്ചാൽ വലിയ പരിക്കൊന്നുമില്ല കേട്ടോ, പിടിച്ചുടനെ കിടക്കുകയാണ്. അതിപ്പോൾ എല്ലാം അങ്ങനെ അതായത് സിലോപ്പി ഇല്ലേ, കേട്ടാ. ഈ മണക്ക് മീൻ കാണാനല്ല നിങ്ങൾ വന്നതെന്ന് എനിക്കറിയാം, പക്ഷേ പൊണ്ണ മീനുണ്ട്, അതിനൊക്കെ മനസ്സിലായി. അതിനൊക്കെ പണ്ട് പോലെ പിടിച്ചുവിട്ടാണ് ശീലം, അതിനറിയാം. ഞാൻ വരുമ്പോൾ തന്നെ അത് ഓടി കളിക്കും. ഇത് കുഞ്ഞുങ്ങൾ, അതായത് കുഞ്ഞിൻ്റെ കുഞ്ഞ്, എത്രയോ തലമുറ പഴക്കമുള്ള കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്, മനസ്സിലല്ലേ? എന്തായാലും നിനക്ക് ദേഷ്യം വരുന്നോ? ഇവിടെ വന്നിരിക്കും കണ്ടൂടാ. ഇപ്പം കണ്ടോ നിനക്ക് സമാനമായല്ലോ. സമാധാനായി. ഏടാ ഒന്ന് പറന്നിറങ്ങി, ഇപ്പം കയറി വലുത് ഇതില്ലേ, ചെറുത്. കിടക്ക് മുത്തേ. ഇതൊക്കെ തലമുറകൾ ചെറുതാണ്, മനസ്സിലല്ലേ? കുറേ കാലം കഴിഞ്ഞിട്ടുള്ള മീനാണ്. ഇതൊക്കെ ഒരു കൈപ്പത്തി വലിപ്പം, ഉള്ളം കൈൻ്റെ വലിപ്പമാണ്, മനസ്സിലാകണ്ടോ? ചെറിയ മീൻ. ഇതിനേക്കാളും പൊണ്ണ മീനുണ്ട്, വലിയ മീനുകളുണ്ട്. മുത്തന്നെ നന്ദില്ലല്ലോ അല്ലേ? നമ്മുടെ ലക്ഷ്യം വലിയ സിലോപ്പിയാണ്, മനസ്സിലായി? അപ്പോൾ ചെറുത് നമ്മൾ ഇതിൻ്റെ മുള്ളു കയ്യിൽ കൊണ്ടാണ്ടല്ല, ഒരു 1-2 ആഴ്ച ബിഗ് ഫിഷ് ഇട്ടുന്ന എന്താണ് നമ്മ കത്താവയസ് കുസ്ത് പറഞ്ഞു. ആഴങ്ങളിലേക്ക് ആഴത്തിലോട്ട് പോകാനുള്ള നിങ്ങളെ ഈ കങ്കൂസിന് ചൂണ്ടയ്ക്കില്ല. ഗോൾഡ് ഫിഷ് സംഭവം, മറ്റേ ഗോൾഡ് ഫിഷ് എന്നെ കാണിക്കും. ഗോൾഡ് ഫിഷ് ഇല്ലേ, ഗോൾഡ് ഫിഷ് പിടിച്ച്. കാലെന്തൊരു ജീവി കിടന്ന് കടി കിടന്ന് കണ്ടാ എങ്ങനെയുണ്ട്? നല്ല സ്ഥലമാണ് ഇത്. ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ അധികമില്ല, വലിയ ഡാമുകളിലൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ അധികമൊന്നും ഫേമസ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ 3-4 കുട്ടി നമ്മൾ ഇതിനകത്ത് കൊണ്ടിരുന്ന വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. വേറെ സ്ഥലത്ത് നിന്ന് ചൂണ്ടിട്ട് പിടിച്ചിട്ട് ഇതിനകത്ത് കൊണ്ടിരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ചെറുതായിരുന്നു, ഇപ്പോൾ വളർന്നു. അങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയില്ലേ? ഒരു അക്യൂറൻ ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാലേ കിടിലായിരിക്കും. സാധാ കാർപ്പ് മീൻ പോലെ കിടക്കും, പക്ഷേ ഭയങ്കര സൈസാവും, നല്ല വലിപ്പമായത്. ഇതിപ്പോൾ ചെറുതാണ്, ഇഷ്ടപ്പെട്ട ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കണം. കാണുന്നുണ്ട് ക്യാമറ കൂടെ ഉള്ളത്. ഭയങ്കര ക്യൂട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ട്. ഈ കൊച്ചു പിള്ളേരൊക്കെ ഇരിക്കുമ്പോൾ ഇടിച്ച് നല്ല വരയൊക്കെ വരഞ്ഞിട്ടേ, നല്ല വര വരഞ്ഞ് ചട്ടിക്കിട്ട് പൊരിക്കുമ്പോൾ ഒരു മണം വരും. ഈ ഐറ്റം 3 ഇതിനകത്തുള്ളൂ, മനസ്സിലായി? പാവം കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്ക് വിടാം. ഉണ്ടാ നല്ല സ്ഥലം കാണാനായിട്ട്. വിടാൻ പോവാണേ. ടാറ്റാ. വലുതെന്തോ നേട്ടാ? സിലോപ്പി സിലോപ്പി. അപ്പോൾ ആദ്യ ജനറേഷനിലെ വേറെ തന്നെ കൂടെ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ജനറേഷൻ അല്ലല്ലോ, അതിൻ്റെ അടുത്തത്. ഇതേ ആദ്യമായിട്ട് എൻ്റെ കുട്ടികളാണ്, വളർന്ന കുട്ടി. മുള്ളു നല്ല സൈസാണ്, പക്ഷേ കുഞ്ഞാണ്. ഇത് രണ്ടാമത്തെ 3ാമത്തെ ജനറേഷനാണ്, ഫസ്റ്റ് ഇട്ടതല്ല. ഇത് ഏകദേശം ഒരു 3/4 കിലോ അടുപ്പിച്ചിട്ടുണ്ട്. അതെൻ്റെ കാലുണ്ട്, സൈസുണ്ട്. ഏകദേശം ഒരു 3/4 കിലോ അടുപ്പിച്ച് സൈസുണ്ട്. പിടിക്കാൻ വയ്യ, കയ്യൊക്കെ ഇല്ലേ, കയ്യൊക്കെ കുത്തി കീറി കളഞ്ഞ് ചോര വരുന്നു.
ഉമ്മ വെച്ചാൽ ശരിയായിട്ട് ചാടി മുഖത്തെല്ലാം കയറുകയാണെങ്കിൽ ഇതിനെ നമ്മൾ തിരിച്ചേ പിന്നെ കാണാം. ഇതുപോലത്തെ കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോ പിന്നെ കാണാം. മതി. ടാറ്റാ. ഓ ഓ ശരി ഓ ശരി ഓ ശരി. എന്ത് വല്ലതും പറയണ്ട? പിന്നെ ക്യാമറമാനോട് നമ്മൾ കലക്കി